അമ്മേ ബാനുവിനെ ആരാ അമ്മ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയേ? എനിക്ക് അറിയത്തില്ല, ഒരാളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇവള് പറയുന്നു വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആരാ മാമിച്ചി? ആരെന്നറിയില്ല, ആ കുട്ടി ഗർഭിണിയായിരുന്നു. ആ കുട്ടി എന്തിനാ വീട്ടിലേക്ക് കയറാതെ മാറി നിന്നെന്നാ മനസ്സിലാവാത്തെ. അല്ല, ബാനുവിന്റെ കൂടെ വീട്ടിൽ വന്ന കുട്ടിയാണോ കൂടെ പഠിക്കുന്നെന്ന് ബാനു പറഞ്ഞത്? അതെ. ആ രോഷന, ഞാൻ ബാനുവിന്റെ ബ്രദറാണ്. ബാനു വിളിച്ചിരുന്നോ? ഇല്ല ഏട്ടാ, എന്ത് പറ്റി? അല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ. ആ ഓക്കെ രോഷന. ഹലോ ഭരതേട്ടാ. ആ കീർത്തി, ഇന്ന് ബാനുവിനെ കണ്ടിരുന്നോ? ഇല്ല ഏട്ടാ, ഇന്ന് അവള് വിളിച്ചിട്ട് കിട്ടിയില്ല. എന്താ? ഒന്നുമില്ല, ഞാൻ ഓഫീസിലാ. ബാനുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ വിളിച്ചത്. ശരി ഏട്ടാ, അവള് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നീ ആരെയും എന്താ പറഞ്ഞേ? ഈശ്വര, പെണ്ണ് അങ്ങോട്ട് പോയതാ. ഭാവനച്ചോട് അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു. അന്നേരം അവള് പറയുന്നത് എന്നോട് വിഷമിക്കണ്ട, ഭാനു വന്നോളൂന്നാ. എന്നാലും ഇത്രയും ലേറ്റ് ആകുന്നെന്താ മനസ്സിലാവാത്തത്? ഭരതേ, നീ ഒന്ന് പോയി അന്വേഷിക്കുക. താമസിക്കും തോറും കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ? അതെ ഭരത്തേട്ടാ, ഞാൻ പോയി അന്വേഷിക്കാം. നിങ്ങൾ ഒന്നുകൂടി ബാനുവച്ചി വിളിച്ചോ. ശരി അമ്മേ, വിവരം വല്ലതും കിട്ടിയാ വിളിച്ച് പറയണേ. വണ്ടി എടുക്ക്. പാടോ. വിനോദേ സാർ, ഫോട്ടോ കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. എല്ലാ കടകളും കയറി അന്വേഷിക്കണം. താൻ അങ്ങോട്ട് പോകാൻ അന്വേഷിക്കും. താൻ എൻ്റെ കൂടെ വാ, ഫോൺ എടുത്തോ. താൻ വിഷമിക്കാതിരിക്കെ, ഭാനുവിനൊന്നും സംഭവിക്കില്ല. അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചെങ്കിലും നേരം വൈകും തോറും എനിക്ക് പേടി തോന്നുക സൂര്യ. ജയേഷിനെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ? അല്ല, ആദ്യം നമുക്ക് വീട്ടിലൊന്ന് പോവാം, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ ഭരതനെ ഒന്ന് വിളിക്കാം. ആ ചേച്ചി. ആ ഭരതേ, നീ എവിടെയാ? ചേച്ചി, ഞാൻ ബാലുവിനെ അന്വേഷിച്ചോണ്ടിരിക്കുക ചേച്ചി. ചേച്ചി, ഞാൻ അവിടെ തിരക്ക് ലൈബ്രറി പോയിരുന്നു, അവിടെ ഇല്ല. ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോ അവരും കണ്ടില്ലെന്നാ പറഞ്ഞേ. എന്നാലും ഭരതേ അവൾ എവിടെ പോയി? അറിയില്ല ചേച്ചി. ചേച്ചി ഇപ്പൊ എവിടെയാ? ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി, നേരെ എത്രയായിട്ടും ബാലുവിനെ കുറിച്ചൊരു വിവരമില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്താലോ? കംപ്ലൈന്റ് ചെയ്യാൻ വരട്ടെ ഭരതേ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ശരി ചേച്ചി, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി. അവന്റെ സംസാരത്തിൽ നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കോ ഭാവന? ഭാനുവിന്റെ ഏത് കൂട്ടുകാരിയാണ് വന്നതെന്ന് അറിയാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്കും അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല സൂര്യ. ഇപ്പോ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരിയാണെന്ന് അമ്മ പറഞ്ഞത്. എന്തായാലും നമുക്ക് അന്വേഷിക്കാം.